ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷനാണ്. എന്താണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ? നമുക്ക് നോക്കിയാലോ. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സ്കിൽസ്, അതായത് ഒരു ട്രെയിനിങ്ങിലൂടെ കുട്ടികൾ സ്പെസിഫിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷനെയാണ് എന്ത് പറയുന്നത്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? പ്രാക്ടിക്കൽ നോളജിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. തിയറിറ്റിക്കൽ നോളജിനേക്കാളും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താ, അതായത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനാണ്. പിന്നെ വരുന്നത് നമുക്കൊരു ഡെഫിനേഷൻ വായിച്ചു നോക്കിയാലോ. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇസ് എ ട്രെയിനിങ് പ്രോഗ്രാം ദാറ്റ് പ്രിപ്പയർസ് ലേണേഴ്സ് ഫോർ ജോബ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ മാനുവൽ ഓർ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ട്രഡീഷണലി നോൺ അക്കാദമിക് ആൻഡ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു എ ട്രേഡ്, ഓക്കുപ്പേഷൻ ഓർ വെക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ ഡെഫിനേഷനാണ്? യുനെസ്കോൻ്റെ ഡെഫിനേഷനാണ്. ഇവരെന്താ പറയുന്നത്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിലൂടെ കുട്ടികൾ എന്തിന് പ്രിപ്പയർ ചെയ്യുന്നു? ജോബിന് വേണ്ടിയിട്ട്, അതായത് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിലൂടെയും നോൺ അക്കാദമിക് ആൻഡ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ട്രേഡിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നത്, ജോബിന് വേണ്ടി കുട്ടികളെ എന്താണ് പ്രിപ്പയർ ചെയ്യുകയാണ് എന്ത്, വൊക്കേഷണൽ എഡ്യൂക്കേഷനിലൂടെ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇമ്പോർട്ടൻസ് മെയിനായിട്ട് എന്താ, നമുക്ക് കുട്ടികൾ റിയൽ വേൾഡ് ജോബിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ഗ്യാപ്പ് എന്താ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ഹെൽപ്പ് റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റും. പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റും എൻ്റർപ്രണർഷിപ്പൊക്കെ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യിക്കാൻ പറ്റും. ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. ഓക്കെ അല്ലേ? താങ്ക് യു.